വളരെ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അതെന്താണെന്ന് കാണണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം. നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന നാടൻ കൂടാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ച് കൂണിൻ്റെ മുട്ടകൾ കിട്ടിയിട്ടുണ്ട്. ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒരു തണ്ടും ഒന്ന് ചുരണ്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കഴുകി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഉപ്പും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ബീഫ് മസാലയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വഴറ്റി കൊടുക്കുന്ന സമയത്ത് കൂണിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മഷ്റൂം മസാല റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.